ചൈനയുടെ ഭീഷണികൾക്ക് മുന്നിൽ തായ്വാൻ ഇനി വെറും ഒരു ചെറിയ ദ്വീപല്ല. തായ്വാൻ കടലൊടുക്കിൽ ചൈനീസ് യുദ്ധക്കപ്പലുകൾ വട്ടം ചുറ്റി ഭീതി വിതയ്ക്കുമ്പോൾ അതിനുള്ള മറുപടിയുമായി അമേരിക്ക എത്തിക്കഴിഞ്ഞു. കടലിൽ നിന്ന് വരുന്ന ഏത് വമ്പൻ ശത്രുവിനെയും അപ്പാടെ തകർക്കാൻ കെൽപ്പുള്ള ഹാർപൂൺ മിസൈലുകൾ തായ്വാനിൽ എത്തിത്തുടങ്ങി. പസഫിക് സമുദ്രത്തിലെ കളി മാറുകയാണ്. ചൈന കട്ടക്കലിപ്പിലുമാണ്. കരയിൽ നിന്ന് വിക്ഷേപിച്ച് കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ഹാർപൂൺ മിസൈൽ സംവിധാനങ്ങളുടെ വിതരണം അമേരിക്ക ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു. വെറും പേപ്പറിലെ കരാറില്ലത്. അതിനുള്ള വാഹനങ്ങളും അനുബന്ധ സാമഗ്രികളും തായ്വാൻ മണ്ണിൽ ഇറങ്ങിക്കഴിഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള കൂറ്റൻ ഹെവി ട്രക്കുകൾ, അതായത് HEMTT വാഹനങ്ങൾ, റഡാർ സിസ്റ്റങ്ങൾ, കമാൻഡ് യൂണിറ്റുകൾ എന്നിവയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ അത്യാധുനിക ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തായ്വാൻ നാവികസേനയെ പഠിപ്പിക്കാൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും തായ്വാനിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം വാഹനങ്ങളും റഡാറുകളും സജ്ജമാക്കുക, പരിശീലനം നൽകുക, അതിനുശേഷം യഥാർത്ഥ മിസൈലുകൾ ഘടിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതൊരു ചെറിയ ഇടപാടല്ല. കണക്കുകൾ നോക്കിയാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാകും. ഏകദേശം 400 ഹാർപൂൺ മിസൈലുകളും അവ വിക്ഷേപിക്കാൻ കഴിയുന്ന 100 മൊബൈൽ ലോഞ്ചർ സിസ്റ്റങ്ങളുമാണ് തായ്വാൻ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത്. ബോയിങ് കമ്പനി നിർമ്മിക്കുന്ന ഈ മിസൈലുകൾക്ക് ഏകദേശം 124 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. RGM-84L4 ബ്ലോക്ക് 2 എന്ന അഡ്വാൻസ്ഡ് വെർഷനാണ് ഇപ്പോൾ നൽകുന്നത്. തീരപ്രദേശങ്ങളിലെ തടസ്സങ്ങൾക്കിടയിലും കൃത്യമായ ലക്ഷ്യം കണ്ടെത്താൻ ഇതിന് കഴിയും. നിലവിലെ സമയക്രമം അനുസരിച്ച് 2026 അവസാനത്തോടെ 32 സിസ്റ്റങ്ങൾ പൂർണ്ണമായും സജ്ജമാകും. 2028 ബാക്കി 68 സിസ്റ്റങ്ങളും തായ്വാനിലെത്തും. എന്തുകൊണ്ടാണ് ഈ മിസൈലുകൾ ചൈനയെ ഇത്രയധികം പ്രകോപിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുടെ പ്രധാന യുദ്ധതന്ത്രം എന്നത് തായ്വാനെ വളയുക എന്നതാണ്. തായ്വാൻ ഒരു ദ്വീപാണല്ലോ. അപ്പോൾ തായ്വാന്റെ പ്രധാന തുറമുഖങ്ങളായിട്ടുള്ള കാവോസിയും കീലും എന്നിവ ഉപരോധിക്കാനും വിമാനവാഹിനി കപ്പലുകൾ ഉപയോഗിച്ച് പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുമാണ് ചൈന എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ ഹാർപൂൺ മിസൈലുകൾ വരുന്നതോടെ കഥ മാറും. ഇവ ഘടിപ്പിച്ചിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്കുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവയെ എവിടെ വേണമെങ്കിലും ഒളിപ്പിക്കാം. ദ്വീപിൽ എവിടെ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ സ്ഥലം മാറ്റുകയും ചെയ്യാം. 124 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് കൊണ്ട് തായ്വാൻ തീരത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ചൈനീസ് യുദ്ധക്കപ്പലുകൾക്ക് ഇതൊരു മരണക്കെണിയായി മാറും. ഒരു ഉപരോധം ഏർപ്പെടുത്താൻ ചൈനീസ് കപ്പലുകൾക്ക് ഇനി ധൈര്യപൂർവ്വം തായ്വാൻ തീരത്തേക്ക് അടുക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ തായ്വാനെ ആക്രമിക്കുന്നത് ചൈനയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്ന, വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു പരിപാടിയായി മാറുകയാണ്. ഈ നീക്കത്തോടെ തായ്വാൻ അമേരിക്ക കൂട്ടുകെട്ട് ചൈനയ്ക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. യുദ്ധം തുടങ്ങും മുൻപേ ശത്രുവിനെ അകറ്റി നിർത്താനുള്ള പ്രതിരോധം, ഡിറ്ററൻസ് എന്ന തന്ത്രമാണ് ഇവിടെ വിജയിക്കുന്നത്. വരും വർഷങ്ങളിൽ തായ്വാൻ കടലിടുക്കിലെ ശക്തി പ്രകടനങ്ങളിൽ നിർണായകമാകാൻ പോകുന്നത് ഈ ഹാർപൂൺ മിസൈലുകൾ തന്നെയായിരിക്കുമെന്നുള്ള കാര്യം തീർച്ച. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8 മലയാളം.